എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും. കാരണം എല്ലാവരും പുറത്തു പോയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ട്രീറ്റ് ഫുഡാണ് പാനിപൂരി. പുറത്തു പോയിട്ട് കഴിക്കുമ്പോൾ നമ്മൾ അത് വൃത്തിയുണ്ടോ, അല്ലെങ്കിൽ വെള്ളം നല്ലതാണോ, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെക്കണം. പിന്നെ മല്ലി, കുറച്ച് ജീരകം, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ ജീരകം, ഒരു 7-8 ഗ്രാമ്പു, പിന്നെ ഒരു 2 ഉണക്കമുളക്. ഞാൻ എരിവ് ആവശ്യമില്ലാത്തതുകൊണ്ട് കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് വേണമെങ്കിൽ സാധാരണ മുളകും എടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാറ്റ് മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിൽ തന്നെ ചാറ്റ് മസാല ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പെരിഞ്ജീരകം കൂടി ആഡ് ചെയ്യാം. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആഡ് ചെയ്തില്ല. അപ്പോൾ അത് വറുത്തെടുത്ത് വയ്ക്കാം. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് പുളിയും കൂടെ പുതിർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഉരുളക്കിഴങ്ങ് വേവിച്ചു, പിന്നെ ചാറ്റ് മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ വറുത്തെടുത്തു, പുളി കുതിർത്ത് വെച്ചു. അപ്പോൾ ആ വറുത്തതൊക്കെ ഒന്ന് തണിയുമ്പോൾ അതുകൂടി ഒന്ന് പൊടിച്ച് ഇങ്ങനെ എടുക്കണം. അതായത് ഇതാണ് ചാറ്റ് മസാല, ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മുടെ പാനിപൂരിൻ്റെ മിക്സിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത്. പാനിപൂരിക്ക് മാത്രമല്ല, വേറെ ചാറ്റ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ പാനിപൂരിയുടെ മെയിനായിട്ടുള്ള പാനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുതിന, മല്ലിയില, ഇത് രണ്ടുമാണ് മെയിന്. അപ്പോൾ അത് രണ്ടും ഈക്വൽ എമൗണ്ടിൽ എടുക്കുക. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പുളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നാരങ്ങാനീരും കൂടി, ഒരു ചെറിയ കഷ്ണം മതി, അതും കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് സാധാരണ പുളി ആഡ് ചെയ്തിട്ടുണ്ട്. നാരങ്ങേൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ അതിൽ ആ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറായി കിട്ടും. ഇതിപ്പം പേസ്റ്റിന് അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എത്ര ലൂസ് വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. ആദ്യം കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി, അത് എരിവിന് എത്ര വേണോ അത് ചേർക്കുക. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ചാറ്റ് മസാല, അത് 1 ടീസ്പൂണ്, കായപ്പൊടി കുറച്ച്, പിന്നെ ഇതിൻ്റെ ഈ ഉപ്പും പുളിയും എരിവും ഒക്കെ കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം വെല്ലം അല്ലെങ്കിൽ ശർക്കര ആഡ് ചെയ്യുക. എത്ര മധുരം വേണോ ഇതെല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള ശർക്കര, കുറച്ച് മല്ലിയില, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാനി റെഡി ആയിട്ടോ. ഇതിന് മധുരവും പുളിയും ഉപ്പും എരിവും എല്ലാം കൂടിയുള്ള ചാറ്റ് മസാലേൻ്റെ ഒക്കെ കൂടിയുള്ള ആ ഒരു ടേസ്റ്റാണ്. അപ്പം വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ അവസാനം കുറച്ചുകൂടി വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ പാനിപൂരിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്യാനുള്ള ആ ഒരു മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ അതിൽ ഉപ്പൊക്കെ കുറച്ച് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കടല ചേർത്ത് കൊടുക്കാം. അത് കറിക്കടലയാണ്, ആദ്യം തന്നെ വേവിച്ച് എടുത്തു വെച്ചിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് ഉള്ളി അല്ലെങ്കിൽ സവാള അരിഞ്ഞത്, കുറച്ച് മല്ലിയില, ഗ്രീൻ പീസ് വേവിച്ചത്. ഇതിപ്പം കടലയും ഗ്രീൻ പീസും ആദ്യം തന്നെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ചാറ്റ് മസാല, അത് എത്രയാണോ വേണ്ടത് അത് ആഡ് ചെയ്യുക. അതിനൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടും കേട്ടോ ശരിക്കും പാനിപൂരിൻ്റെ. പിന്നെ കുറച്ച് മുളക് പൊടി, നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാനി അത് ഒരുപാട് ചേർക്കരുത്, ലൂസായി പോവും. പാകത്തിന് ഒരു ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അവസാനം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂരീൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള മസാല റെഡിയായി. അപ്പം മസാലയും പാനിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പൂരി ഞാൻ വീട്ടിലുണ്ടാക്കിയില്ല കേട്ടോ, ഇത് വാങ്ങിയതാണ്. ഇങ്ങനെ വറക്കാൻ കറക്റ്റായിട്ട് ഉള്ള പൂരി നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ വീട്ടിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയ പൂരി കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് നമ്മൾ ഇടുമ്പോഴേക്ക് തന്നെ അത് ഓട്ടോമാറ്റിക്കലി തിരിഞ്ഞിങ്ങനെ വരും, നല്ല ബോളായിട്ട്. ഒരുപാട് ഓയിലി ആയിട്ടുള്ളൊരു സ്നാക്കൊന്നും അല്ല കേട്ടോ, കാരണം ഇതങ്ങനെ എണ്ണ കുടിക്കുകയൊന്നുമില്ല. ഒരു ഇത്തിരി എണ്ണയിൽ തന്നെ നമുക്ക് ഒരുപാട് എണ്ണ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ മസാലയും പാനിയൊക്കെ ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ, കാരണം മസാലയിൽ തന്നെ കടലയും ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ പാനിയിൽ മല്ലിയില, പുതിനയില, ഇഞ്ചി, ചെറുനാരങ്ങ, പിന്നെ ചാറ്റ് മസാലയിലുള്ള മല്ലി, ജീരകം, ഗ്രാമ്പൂ എല്ലാം കൂടി ഒരു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്.
മോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പാനിപൂരി. അപ്പം അവൾ പുറത്ത് പോയി കഴിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും. അപ്പം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. പൂരി വറുത്തെടുത്തിട്ടുണ്ട്, മസാല റെഡി ആയിട്ടുണ്ട്, പാനി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു പൂരി എടുത്ത് ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കി അതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കുക. മസാല ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാനിയും കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ കഴിക്കുക ഫ്രഷായിട്ട്. ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അതുപോലെ കുട്ടികൾക്കൊക്കെ നമുക്ക് സേഫായിട്ട് കൊടുക്കാം, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. വെള്ളമാണെങ്കിലും മസാലയാണെങ്കിലും ഒക്കെ നല്ലതാണ്. ഇനിയിപ്പോൾ പൂരി വാങ്ങണ്ടെങ്കിൽ അതും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്